ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉള്ളിലൊന്നും വഴറ്റാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതൊരു കുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 3 ഉള്ളി, 2 പച്ചമുളക് നടുക് കയറിയതും, കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ അരിയാൻ നോക്കാം. അതിനുശേഷം ഒരു വലിയൊരു പഴുത്ത തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. മുളക് പൊടി വറുത്തതിട്ടാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താണ്, കരിയിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മല്ലി 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഫ്രൈ പാനിലിട്ട് വറുത്തെടുത്താണ്. നിങ്ങൾക്ക് 2 പൊടികളും ഒപ്പിട്ട് വറുക്കാം. ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയൊക്കെ ഒറ്റയായിട്ട് വറുത്തെടുത്താണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല, പിന്നെ നമ്മളെ ഉലുവ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ കൈ വെച്ച് നല്ല മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മണമാണ് കേട്ടോ മസാലയുടെ വരിക. ഇപ്പം തന്നെ നല്ല മണം വരും. കാരണം ആ കറിവേപ്പിലയും മുളകും മല്ലിയും വറുത്തിടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. മുളകും മല്ലിയും നിങ്ങൾക്ക് വറുത്തിട്ട് ഇടാൻ നോക്കുക കേട്ടോ. വറുത്തിടുമ്പോഴാണ് ടേസ്റ്റ്. കരിയാതെ തന്നെ വറുത്തെടുക്കുക. നല്ല കൈ വെച്ചെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർ ഇത് ഒഴിവാക്കുക. ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ നമുക്ക് കറിക്കൊരു കുറുക്കൊക്കെ കിട്ടും കേട്ടോ. നല്ല കറി ഒരു കുറുകിയിരിക്കും ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, അല്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ചിക്കനും ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ആ മസാലകളൊക്കെ ആകുമ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിക്കനും പൊട്ടറ്റോമൊക്കെ പിടിക്കുന്ന രീതി നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ആ ഉള്ളി ഇതൊക്കെ. അതിന് ശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഓൾറെഡി ചിക്കനിൽ വരും, കുറച്ച് വെള്ളം ഇനി കുക്കറിൻ്റെ ഒക്കെ ഓരോ ഇതനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഞാൻ വാങ്ങുന്ന ചില ചിക്കൻ 1 വിസിലിന് ആവലുണ്ട്, കറക്റ്റ് ആവും. ഇത് ഞാൻ 2 വിസിലാക്കിയിട്ടുണ്ട് കേട്ടോ. 2 വിസിലാണ് ആക്കിയത്. നിങ്ങൾ നോക്കിയിട്ട് ചിക്കൻ വെന്തില്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് വിസിലാക്കുക. 2 വിസിലാകുമ്പോൾ തന്നെ ചിക്കനും ഒക്കെ ആവും. ഉള്ളിലൊക്കെ കറക്റ്റ് വെന്തുണ്ടാവും കേട്ടോ, ചിക്കൻ വെന്തുണ്ടാവും. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പു, 2 ഏലക്ക ഇത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചുവന്നുള്ളി, 4-5 ചുവന്നുള്ളി ഇതുപോലെ ചെറുതാക്കി വെച്ച് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ കറിക്കൊക്കെ തൂമിച്ചിട്ടില്ല അതുപോലെ മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം മീഡിയത്തിലിട്ടാൽ മതി കേട്ടോ. ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ്. ചിലവരിങ്ങനെ ആക്കാതെ ഇടും, പക്ഷെ അങ്ങനെ കറിക്ക് ഇങ്ങനെ മൂപ്പിച്ചിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു പിടി മല്ലിച്ചപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതിലൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, അല്ലാത്തവർക്ക് അത് ഒഴിവാക്കുക. കറിവേപ്പില മാത്രം ചേർത്താലും മതി കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം വേണ്ടവർക്ക്, ഒരുപാട് കറി വെള്ളം വേണമെന്നുള്ളവർക്ക് ചൂടുവെള്ളം ഇനി ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ചൂടുവെള്ളം. ഞാൻ അത്ര അങ്ങോട്ട് കറി ലൂസാക്കുന്നില്ല, കുറച്ച് കുറിയ ടൈപ്പിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഉള്ളി തോമിച്ചതിലും എല്ലാം കിടന്നിട്ട് കറി ഒന്ന് സെറ്റ് ആവാണ്ട് അത് വരുന്നത് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇടയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇലകളിലും മല്ലിച്ചപ്പും നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടല്ലേ ആ ഉള്ളിയും ഒക്കെ ലവുമ്പോൾ സെറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം വേണ്ടവരാണെങ്കിൽ ചൂടുവെള്ളം മാത്രം ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇപ്പോൾ എല്ലാം ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടാവും, ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുത്താൽ നമ്മൾ കറി ഇവിടെ സെറ്റായി. ഞാൻ ഈ ഒരു പരുവത്തിലെടുക്കുന്നത്. ലൂസാക്കേണ്ടവർക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ലൂസാക്കുമ്പോൾ കറിക്ക് അത്ര ടേസ്റ്റ് കുറയും. ഇങ്ങനെ ഒരു കുറുകിയ ടൈപ്പിൽ കുറുകിയിരിക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ്. ഒരുപാട് ലൂസാക്കരുത് കറി. ഇപ്പോൾ എന്താ ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്തിട്ട് ഇവിടെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചിക്കൻ കറി എടുക്കാൻ പറ്റും. ചപ്പാത്തി, അപ്പം, ഗീ റൈസ് എല്ലാ റെസിപ്പിയും ദോശയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് കേട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ആ പൊടിയൊക്കെ വറുത്തിട്ടോടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.